മഴക്കാലം തുടങ്ങി, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലാണെങ്കിൽ പ്രശ്നങ്ങളും തുടങ്ങിയല്ലേ. അതിൽ മെയിൻ വില്ലനായിട്ട് വരുന്നത് മുഖക്കുരു ആണല്ലോ. ഈ ഒരു മഴക്കാലം ആകുമ്പോൾ നമുക്ക് ഇപ്പൊ ഓയിലി സ്കിന്നുകാരിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരാറുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് വരാനും നമുക്ക് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ എന്റെ പേര് തൃഷ്ണ എന്നാണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇട്ട് പോയാലോ. അപ്പോ ഈ ഒരു ക്ലൈമറ്റില് ഈ മുഖക്കുരു വരാനായിട്ട് നമ്മൾ തന്നെ ഒരു കാരണമുണ്ട്. കാരണം നമ്മളുടെ ഒരു കെയർലെസ് കൊണ്ടും മുഖക്കുരു വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു സമയത്ത് ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾക്ക് സ്കിൻ കെയർ വേണോ അല്ലെങ്കിൽ അത് ചെയ്യണോ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഒരു കെയർലെസ് കൊണ്ടും മുഖക്കുരു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു മഴക്കാലം ആയാലും നിങ്ങൾ സ്കിൻ കെയർ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. മെയിൻ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ് കേട്ടോ. നിങ്ങളുടെ ഏതാണ് ഫേവറേറ്റ് എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നിങ്ങളൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്യാം കേട്ടോ. ഇനി ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ട്വൈസ് എ ഡേ ആയിട്ട് ചെയ്യണം കേട്ടോ. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒരു നേരം ചെയ്താലും കുഴപ്പമില്ല, എങ്കിലും 2 നേരം ചെയ്യുന്നതും നന്നായിരിക്കും കേട്ടോ. അപ്പൊ ഓയിലി സ്കിന്നുകാർ 2 നേരം ചെയ്യാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ക്ലെൻസിങ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. മോയ്സ്ചറൈസർ നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള, ഇപ്പൊ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള, നോൺ കോമഡോജനിക് ആയിട്ടുള്ള, ആക്നി പ്രോൺ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി എല്ലാ സ്റ്റെപ്സും സ്കിൻ കെയർ ചെയ്യണ പോലെ തന്നെ എല്ലാം ചെയ്യണം കേട്ടോ. അതിപ്പോ ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. മഴക്കാലമായി എന്ന് വിചാരിച്ച് അത് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ചെയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പൊ അത് ചെയ്യാം. പിന്നെ എല്ലാവരും ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞാൽ മുഖക്കുരു വന്നു കഴിയുമ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ടെൻഡൻസി ആണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു നോക്കും, ഞെക്കി നോക്കും. അങ്ങനെ പല ടെൻഡൻസി എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഈവൻ ഞാൻ വരെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു നമുക്ക് അങ്ങനെ ഉണ്ടാവും ടെൻഡൻസി. സോ അപ്പൊ ആ ഒരു ഇത് മാറ്റാം, അതായത് കൺട്രോൾ ചെയ്യുക. നമ്മളത് ടച്ച് ചെയ്യാതിരിക്കുക, പരമാവധി നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ കൈ ഒന്നും നീറ്റ്നെസ് ആയിരിക്കില്ലല്ലോ എപ്പോഴും. നമ്മൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ച കൈ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ കൈ വെച്ചായിരിക്കും നമ്മൾ ഇങ്ങനെ ഫേസിൽ ടച്ച് ചെയ്യുന്നത്. ആ സമയത്ത് ഇത് ഇൻഫെക്ഷൻ ആവാനായിട്ടും പിന്നെ അത് കൂടുതലും നമ്മുടെ ഫേസിലേക്ക് സ്പ്രെഡ് ആവാനായിട്ടും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റിൽ നിങ്ങൾ ഹെവി മേക്കപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഈ സമയത്ത് നമ്മൾ അങ്ങനെ ഹെവി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിന്നിനെ കുറച്ചും കൂടി ഇറിറ്റേറ്റ് ചെയ്യണതിന് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ പിമ്പിൾസ് ബ്രേക്ക് ഔട്ട് ആനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെവി മേക്കപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെയാണ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പൊ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസർ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ, അങ്ങനെ എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യണം. ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാവുന്ന മുഖക്കുരുവൊക്കെ നമുക്ക് വരാതിരിക്കാനായിട്ടും അതൊന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ടും സഹായിക്കും. കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഇതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങളുടെ മുഖക്കുരു നന്നായിട്ട് തന്നെ കുറയുന്നതായിരിക്കും. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാട്ടോ. അതുവരേക്കും ബൈ.